ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിനിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ശ്വേതാ മേനോനെതിരായ കേസിൽ വിവാദം തുടരുന്നു. കേസും പരാതിയും ഗൂഢലക്ഷ്യത്തോടെ എന്നാണ് ഉയരുന്ന ആരോപണം. കേസ് റദ്ദാക്കാൻ ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. കേസിലെ ഗൂഢാലോചന പരിശോധിക്കണമെന്ന് നടൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഗൂഢാലോചനയാണോ ഇല്ലയോ എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മൾ അത് തന്നെ പക്ഷേ ഇത് നമ്മുടെ കരിവേരി തേക്കാം. കാരണം ഇതെന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും വന്നിട്ട് ഇനി നാളെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് ഒരു സാധനം ഉണ്ടാക്കി ഒരു ക്ലിപ്പ് ഉണ്ടാക്കി ഇപ്പോൾ ഇതൊരു ഡീഫേക്കിൻ്റെയൊക്കെ ഉള്ള ഒരു കാലമാണ്. എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് കോടതി വരുമ്പോൾ അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് അന്വേഷിക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഫിലിം പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണത്. അതാണ് എൻ്റെ വിഷയം. പരാതി വിഡിത്തവും ദുരുദ്ദേശപരവുമെന്ന് നടൻ ദേവൻ 24-നോട് പറഞ്ഞു. പരാതിക്ക് പിന്നിൽ അമ്മാ സംഘടനയിലെ ആരുമില്ല എന്നും ദേവൻ പ്രതികരിച്ചു. പരാതി തന്നെ ഒരു നോൺസെൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും അത് ഇറ്റ്സ് എ ബിഗ് നോൺസെൻസ് എന്നാണ് ഞാൻ പറയുന്നത്. വളരെ വേദനയുണ്ട്. ആ കംപ്ലൈന്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകും, അല്ലാതെ വേറെ ഒരു കാരണവശാലും ആരടുത്ത് ഇങ്ങനത്തെ ചെയ്യാൻ പാടില്ല. കാരണം എസ്പെഷ്യലി നമ്മൾ ആ FIRന്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും ഒരു നോൺസെൻസ് ആയിട്ടുള്ള ഒരു സംഗതി ഒരു കോടതിയിലും ഇത് നിൽക്കില്ല, സ്ക്വാഷ് ചെയ്ത് പോകും. ഫസ്റ്റ് ഡേ തന്നെ ഇത് സ്ക്വാഷ് ചെയ്ത് കളയും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൂടും, അത് വേറെ വിഷയം. പക്ഷെ ഇത്രയും മാരകമായ ഒരു അടി ആർക്കെങ്കിലും ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരത അമ്മ എന്ന സംഘടന ഒരംഗം ചെയ്യില്ല. അതേസമയം ആരോപണങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പ്രതികരിച്ചു. 25 കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 67A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 3 and 5 ഓഫ് ITP ആക്ടിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ എടുത്ത കേസാണ്. അതിൽ പോലീസിനി ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക? സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് എന്താണ്? മറ്റൊന്ന്, ഈ ശ്വേതാ മേനോൻ ഇതിനെ നിയമപരമായി തന്നെ നേരിടാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താരസംഘടനയിൽ നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് അഭിനന്ദ്? ശ്വേതാ മേനോന് എതിരായ പരാതിയിൽ ഇപ്പോൾ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. നടിക്ക് 25 വർഷം മുമ്പ് അഭിനയിച്ച ചിത്രമാണ്. ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട പരാതിയാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് പറഞ്ഞു. താരസംഘടനകൾ തന്നെ ഇതിനോടകം തന്നെ കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ സെൻസർ ചെയ്യപ്പെട്ട ചിത്രങ്ങളിലാണ് ഈ നടി അഭിനയിച്ചത്. ആ സമയത്തൊന്നും ഉണ്ടാകാത്ത ഒരു പ്രശ്നം എന്തിനാണെന്ന് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറിനോട് താരങ്ങൾ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. താരസംഘടനകളുടെ അഭിപ്രായങ്ങളിലേക്ക് വരികയാണെങ്കിൽ അമ്മയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-നാണ് നടക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നടൻ ദേവനാണ്. ദേവൻ വ്യക്തമാക്കുന്നത് ഇത് ഒരു ദുരുദ്ദേശപരമായ കാര്യമാണ്. FIRലെ വിശദാംശങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ അറിയാം അത് എത്രത്തോളം വിഡ്ഢിത്തമാണെന്ന്. അതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചിരിയാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ താരങ്ങൾക്കെതിരായ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ലെന്നും നടൻ ദേവൻ 24-നോട് പറയുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രവീന്ദ്രൻ്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് അഭിനേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നു. സംഘടനയിലെ ഓരോ അംഗങ്ങളെയും കരുവാരി തയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് രവീന്ദ്രൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ താരസംഘടനയിൽ നിന്നുള്ള വിവിധ തരം പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്വേതാ മേനോന് പൂർണ്ണ പിന്തുണ നൽകാനാണ് അഭിനേതാക്കൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്നലെ ശ്വേതാ മേനോന്റെ ഒരു വാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് അമ്മാ സംഘടനയുടെ തലപ്പത്തേക്ക് താൻ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ ഉണ്ടായി. അതിൻ്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള പരാതി എന്ന് അന്വേഷിക്കേണ്ടി വരുമെന്നായിരുന്നു ശ്വേതാ മേനോന്റെ ഒരു വാദം. അതിനെ സംബന്ധിച്ച് കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതടക്കമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംസാരിച്ചതിന് ശേഷം ഹൈക്കോടതി
ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ശരി, താരം YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നേരത്തെ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ്, ജനങ്ങൾ കണ്ട ചിത്രങ്ങളാണ്. അതിലിപ്പോൾ പരാതി വരുന്നത് ഈ താരസംഘടനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ശ്വേതയെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന വാദം. YS അഭിനന്ദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.